ഖത്തർ കാർഷിക മന്ത്രാലയത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരവെ 2010 ഒരു റോഡ് അപകടത്തിൽ മരണമടഞ്ഞ സജി രാമചന്ദ്രൻ. സജിയുടെ കുടുംബം ഇന്ന് പ്രവാസലോകത്തെ സമീപിച്ചിരിക്കുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയെ തുടർന്നാണ്. വളരെയേറെ കഷ്ടപ്പെട്ടിട്ടും പല ശ്രമങ്ങൾ നടത്തിയിട്ടും സജിയുടെ നഷ്ടപരിഹാര തുക ഇവർക്ക് നൽകാനായി ഖത്തർ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. ഈ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മോടുകൂടി അവതരിപ്പിക്കുന്നത്. ഭാര്യ ശ്രീകുമാരിയുടെ വാക്കുകളിലേക്ക് പോകാം. നിങ്ങളെവിടെ വീട്? വട്ടിയൂർക്കാവിലാണ്. ഡ്രൈവറായിരുന്നു. എത്ര കൊല്ലം മുമ്പ് മരിച്ച്? 6.5 വർഷം. 6.5 മരിച്ച് 8ാമത്തെ ദിവസം കൊണ്ടുവന്നു മറവ് ചെയ്തു. നിങ്ങൾ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റും ഇതൊക്കെ ഇല്ലേ? അതിന്റെ പോലീസ് റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നത് ഹസ്ബൻഡിനെ കൊണ്ടുപോയ ഒരു കൂട്ടുകാരനാണ്. കൊടപ്പനക്കുന്നിലാണ് താമസം. ആ കൂട്ടുകാരനാണ് ബോഡിയുടെ കൂടെ വന്ന് ആ കൂട്ടുകാരനാണ് ഇതെല്ലാം കൊണ്ടുവന്ന് മരണ സർട്ടിഫിക്കറ്റും എല്ലാം. പിന്നെ വന്ന ശേഷം പൈസ വല്ലതും തന്നാ? അന്നൊന്നും ഒരു പൈസയും കിട്ടിയില്ല. അറബി ഒന്നും തന്നിട്ടില്ല. അറബിയുടെ കൂടെ ഇരുന്ന് ജോലി അതോ കമ്പനിയാണോ അതോ? അവിടുത്തെ സൂപ്പർവൈസർ ആയിരുന്നു. കമ്പനിയിലെ സൂപ്പർവൈസർ ആയിരുന്നു. അപ്പൊ ആളിന്റെ പേരിൽ പവർ ഓഫ് അറ്റോർണി കൊടുക്കണമെന്ന് നിരന്തരമായിട്ട് വീട്ടിൽ വരുവായിരുന്നു. ആരെ? ഈ രഞ്ജിത്ത് എന്നാണ് ആളുടെ പേര്. അയാളെ പേരിൽ എന്തിനാ കൊടുക്കണം? അയാൾ അവിടെ പോയി കേസ് നടത്തി പൈസയൊക്കെ വാങ്ങി തരും. അത് വേണ്ട, അത് അതിനല്ലേ എംബസി ഉള്ളത്. അപ്പൊ അന്ന് നമ്മൾ പവർ ഓഫ് അറ്റോർണി കൊടുത്തായിരുന്നു ആളിന്റെ പേരിൽ. കൊടുത്തിട്ട് ക്യാഷ് ആളിന്റെ പേരിൽ വരാത്ത രീതിയിലാണ് കൊടുത്തത്, കേസ് പറയാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പൊ 2 പെൺമക്കളാണ്. അന്ന് മോള് മൂത്തയാള് 10ലും ഇളയാൾ 8 പഠിക്കുകയായിരുന്നു. അപ്പൊ അന്ന് ഞാൻ അങ്ങനെ ആളിന്റെ പേരിൽ ക്യാഷ് കിട്ടാത്ത രീതിയിൽ കൊടുത്തത് കൊണ്ട് ആള് കേസ് പറയില്ലാന്ന് അറിയിച്ചതുകൊണ്ട് ആളിന്റെ പേരിൽ ക്യാഷ് കിട്ടാൻ വേണ്ടിയുള്ളൊരു പവർ ഓഫ് അറ്റോർണി അയക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മളങ്ങനെ അയച്ചില്ലായിരുന്നു. വളരെ ബുദ്ധിയായി. അയക്കാത്തത് കൊണ്ട് ആള് നമ്മളിപ്പോ ഇന്ത്യൻ അംബാസഡറുടെ പേരിലാണ് കൊടുത്തത്. പറഞ്ഞത് നമ്മൾ വഞ്ചൂരുള്ള ഒരു വക്കീലും അങ്ങനെ ചെന്ന് തിരക്കിയപ്പോ ഇങ്ങനെ ഒരു പവർ ഓഫ് അറ്റോർണി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യൻ അംബാസഡറുടെ പേരിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മാവിയമ്മ അന്ന് കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാ കാര്യത്തിനും വരുമായിരുന്നു. ഇപ്പൊ സ്ഥലത്തില്ല ആള്. നന്നായി. ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പൊ ഒരു വിവരമില്ല. ഇപ്പോഴും നമ്മള് പിന്നെ ന്യൂയോർക്കയിൽ കൂടെ ഞാൻ പോയി തിരക്കുമായിരുന്നു. ന്യൂയോർക്ക വഴി നമുക്കൊരു പേപ്പർ ലാസ്റ്റ് വന്ന് ഒരു 2015 മാർച്ചിൽ വന്നായിരുന്നു. അവിടെ കേസ് നടക്കണതായിട്ടുള്ളത് അറിവുണ്ട്. പക്ഷെ അതിനുശേഷം ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇതിപ്പോ നമുക്ക് കിട്ടണം പൈസ. അത് നിങ്ങൾ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ഇതാണ് ശ്രീകുമാരി ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ അടുത്ത് നിരവധി കേസുകൾ വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രവാസ ലോകത്തിലെ എല്ലാ മനുഷ്യരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണത്. നിങ്ങൾ ആരെങ്കിലും അവിടെ മരിച്ചാൽ ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുവായാൽ പോലും കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അടുത്ത് വന്ന നിരവധി കേസുകൾ ഇത്തരത്തിൽ പവർ ഓഫ് അറ്റോർണി കൊടുത്ത് വഞ്ചിച്ച നിരവധി കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടുത്ത ആളായാൽ പോലും നിങ്ങൾ ഒരു പവർ ഓഫ് അറ്റോർണി കൊടുക്കരുത്. നിങ്ങൾ ഇന്ത്യൻ അംബാസിഡർക്ക് പവർ ഓഫ് അറ്റോർണി കൊടുക്കുക. ഇനി പവർ ഓഫ് അറ്റോർണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പൈസ സ്വീകരിക്കാനുള്ള ഇതല്ല, കേസ് നടത്താനുള്ള പവർ ഓഫ് അറ്റോർണിയാണ് കൊടുക്കേണ്ടത്. ഇവർ കൊടുത്ത പോലെ ഇവർക്ക് കൊടുത്ത വക്കീൽ എന്തായാലും അഭിനന്ദനം അറിയിക്കുന്നത് നല്ല നിലയിലുള്ള ഉപദേശമാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ദോഹയിലുള്ള എല്ലാ പ്രവർത്തകരും, പ്രവാസ ലോകത്തിൻ്റെ മാത്രമല്ല എല്ലാ തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തകരും, ഗൾഫ് മേഖലകളിൽ പ്രത്യേകിച്ചുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ വിഷയങ്ങൾ വരുമ്പോൾ പവർ ഓഫ് അറ്റോർണി ഇന്ത്യൻ അംബാസിഡർക്ക് അയക്കണം. അംബാസിഡർ അത് വാങ്ങിച്ചു കൊടുക്കണം. ദോഹയിലെ അംബാസിഡറുടെ ഉത്തരവാദിത്തമാണ്. ശ്രീകുമാരിക്ക് 6 വർഷമായിട്ടും ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർക്കത് വാങ്ങിച്ചു കൊടുക്കേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെയുള്ള സംഘടനകൾ ശ്രീകുമാരിയുടെ കേസ് വീടൊക്കെ ജപ്തിയിലാണ്. അപ്പം അതുകൊണ്ട് അടിയന്തരമായിട്ട് അവർക്ക് കിട്ടാനുള്ള സംഖ്യ കിട്ടാൻ വേണ്ടി സഹായിക്കണം. നോർക്ക ഇതിൽ കഴിയുന്ന തരത്തിൽ ഇടപെടണം. നോർക്കയുടെ മുമ്പിൽ അവർ പരാതിയുമായി വന്നിട്ടുണ്ട്. ദോഹ ഖത്തറിലെ അംബാസഡറുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് കിട്ടാനുള്ള നിങ്ങൾ ചെയ്യണം. അതുപോലെ MP-മാരും നിങ്ങൾ സമ്പത്തിനെ കാണണം. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ സമ്പത്ത് നിങ്ങളെ സഹായിക്കും കേട്ടാ. ഖത്തറിലെ അംബാസഡറെ വിളിച്ചിട്ട് നിങ്ങളെ കേസ് ടേക്കപ്പ് ചെയ്യാൻ പറയും. ഓക്കെ.